സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. സ്ത്രീ പീഡന പരാതിയിൽ 70-ാം വയസ്സിൽ PC ജോർജ് അറസ്റ്റിലായിരിക്കുന്നു. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയാം. പക്ഷെ നിയമത്തിന് വേണ്ടത് തെളിവും സാക്ഷികളെല്ലാം പ്രധാനമാണ്. അത് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. പക്ഷെ ഇതിന് പിന്നിൽ ഒരു കുടുംബം കണ്ണീർ വാർക്കുന്നു എന്നത് ആരും മറന്നു പോകരുത്. അവരുടെ വാക്കുകൾ ഒരുപക്ഷെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതാണ് PC ജോർജിൻ്റെ പ്രിയപത്നി ഉഷാർ ജോർജിൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടത്. PC ജോർജിനെ മനഃപൂർവ്വം കേസിൽ കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ഉഷാർ ജോർജ് പൊട്ടിത്തെറിച്ചു. മുഖ്യമന്ത്രിയുടെ മാത്രം കളിയാണിത്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിൻ്റെ പിന്നിൽ. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ശൈലി ഇതല്ല എന്നും ആ വേട്ടയാടലിനെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയെ വെടിവെച്ചു കൊല്ലാനുള്ള ദേഷ്യം തനിക്കുണ്ട്. ഒരു കുടുംബം തകർക്കുന്ന പണിയാണ് ആ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. കുടുംബം തകർക്കുന്ന ഈ പണി മുഖ്യമന്ത്രി നിർത്തണമെന്നും അവർ പറഞ്ഞിരിക്കുന്നു. എൻ്റെ കൊന്തയ്ക്ക് സത്യമുണ്ടെങ്കിൽ ഈ ചെയ്തതിന് പിണറായി അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നും ഉഷാ ജോർജ് പറയുമ്പോൾ കേരളം അത് ശ്രദ്ധയോടെ കേൾക്കുകയാണ്. അവരുടെ വാക്കുകൾ നമുക്കും കേൾക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. നിങ്ങളിത് ചാനലിൽ കൂടെ വിട്ടോ എനിക്ക് കുഴപ്പമില്ല. ഇതുപോലെ ഒരു കുടുംബത്തെ തകർക്കാനായിട്ട് ഇയാളെ വെടിവെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. എൻ്റെ അപ്പൻ്റെ റിവോൾവറാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പെങ്ങന്മാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഉഷേച്ചി നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. അതുപോലെ എല്ലാവരും വേദനിക്കുമല്ലേ. എന്തൊരു മനസാക്ഷി. എനിക്ക് എൻ്റെ ഈ കൊന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ അങ്ങനെ ഒരാഴ്ചക്കകം അയാൾ അനുഭവിച്ചേ തീരുള്ളൂ. ഒരു നിരപരാധിയെ ആ പുള്ളിക്ക് ഇത്രയും പ്രായമായി ആ മനുഷ്യനെ പിടിച്ച് ജയിലിലിടാവോ? ടെൻഷനില്ലേ? അതെ, കേസ് തന്നെ, പീഡന കേസ്. ചുമ്മാതെയാണ് പീഡന കേസ്. എത്ര മൂടി വച്ചാലും സത്യം ജയിക്കുക തന്നെ ചെയ്യും. അതാണ് PC ജോർജിന്റെ അറസ്റ്റിൽ കേരളം ഒന്നടങ്കം പറയുന്നത്.